ഹലോ ഗായ്സ്, അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് നമ്മുടെ പടവളം വീട്ടിലാണ് കേട്ടോ, ഉപ്പുമുളക് ലൊക്കേഷൻ. അപ്പം അവിടെ നിന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. നിൽക്കുന്നത് കണ്ടോ, ജാതിപത്രി ജാതിക്കൊക്കെ എന്ന് പറയുന്ന സംഭവമാണ് കേട്ടോ. പിന്നെ ഇവിടെയാണെങ്കിൽ ഈ പറമ്പിലോട്ട് വന്നപ്പോഴത്തേക്ക് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ കാണാൻ പറ്റി. ഇത് കൊക്കോയായിരുന്നു, കൊക്കോക്ക കാഴ്ച കിടപ്പുണ്ട്. പിന്നെ ഇത് ഈ മരം അറിയാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഞാൻ ഇന്നാണ് അറിയുന്നത്. ഇത് നമ്മുടെ രുദ്രാക്ഷത്തിൻ്റെ മരമാണ് കേട്ടോ. എനിക്ക് ഇന്ന് ഇവിടെ വന്നപ്പം ഇവിടെ എല്ലാവരും പറഞ്ഞു തന്നിട്ടാണ് ഇത് രുദ്രാക്ഷത്തിൻ്റെ മരമാണ്, രുദ്രാക്ഷം മരത്തിലുള്ളതാണെന്നൊക്കെ അറിയുന്നത്. ദേ തറ കിടക്കുന്നുണ്ടോ, രുദ്രാക്ഷത്തിൻ്റെ കാടപ്പുണ്ട്. ഇത് ഇച്ചിരി പച്ചയാട്ടോ. അതിങ്ങനെ ഞെക്കി കളഞ്ഞിട്ട് ബ്രഷൊക്കെ ഇട്ട് ക്ലീൻ ചെയ്തെടുത്ത് നമുക്ക് രുദ്രാക്ഷം കിട്ടും. പിന്നെ ഒരുപാട് തോലൊക്കെ പോയി അഴുകി വെറും കാ മാത്രമായിട്ട് ഇങ്ങനെ കിടപ്പുന്നുണ്ടായിരുന്നു. ഞാനത് മണപ്പിച്ച് നോക്കിയപ്പോൾ നമ്മുടെ കാരക്കേൻ്റെയൊക്കെ മണമായിരുന്നു കേട്ടോ ആ ഒരു പഴത്തിന്. പിന്നെ ഒന്നും നോക്കിയില്ല, തറയിൽ കിടന്ന് മൊത്തം രുദ്രാക്ഷം പറക്കലായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ എൻ്റെ നന്ദൂസും പിന്നെ നമ്മുടെ അതിനടുത്തുള്ള 2-3 പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി ഒന്നും കിട്ടിയില്ല, കുറച്ചൊക്കെ കിട്ടി. അപ്പോൾ അവിടെ മൊത്തം ഒരു കമ്പും എടുത്ത് മൊത്തം ചിക്കി ചകഞ്ഞൊക്കെ നോക്കി കുറച്ചൊക്കെ മൊത്തം പെറുക്കി എടുക്കുമായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇത് സംഭവം എന്തിനാണെന്ന് ചോദിച്ചാൽ ഇത് കഴുകി ക്ലീൻ ചെയ്തിട്ട് നമുക്ക് പൂജാമുറിയിലൊക്കെ വെക്കാമല്ലോ. നമ്മൾ ആർട്ടിഫിഷ്യലായിട്ടുള്ള രുദ്രാക്ഷങ്ങളൊക്കെ അല്ലേ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നത്. അപ്പോൾ ഇത് ഒറിജിനൽ രുദ്രാക്ഷം നമ്മുടെ കയ്യിലുണ്ടെന്ന് പറയാമല്ലോ. അങ്ങനെ ദേ പെറുക്കി ഇത്രയും കിട്ടി. പിന്നെ ദേ ഈ ഒരു ചെടി, ഇത് നിങ്ങൾക്കറിയാമോ എന്തുവാണെന്ന്? ഞാനും അത് ഇവിടെ വന്നതിന് ശേഷമാണ് അറിയുന്നത്. ഇതിന് നമ്മുടെ വാനിലയില്ലേ, വാനിലേൻ്റെ പ്ലാന്റാണ് കേട്ടോ. ഇങ്ങനെ ഒരു സംഭവം ഇവിടെ വന്നപ്പോഴാണ് അറിയുന്നത്. സെയിം രുദ്രാക്ഷവും ഈ ചെടിയും അങ്ങനെ കുറേ വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പം നിങ്ങളുമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. മെയിൻലി രുദ്രാക്ഷം കാണിക്കുന്നതായിരുന്നു കേട്ടോ പ്ലാൻ. വാനിലിൻ്റെ ഇത് പൂത്ത് അടിപൊളിയായിട്ട് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതിന് മുന്നേ കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. കിട്ടിയ രുദ്രാക്ഷവും കൊണ്ട് ഞാനിന്ന് നന്ദൂട്ടനും വീട്ടിലോട്ട് പോവാണ്. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.